നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാജ്യത്തിൻ്റെ പ്രതിരോധ മേഖലയെ നടുക്കിയ ഒരു വിമാനാപകടമാണ് ഇന്ന് രാവിലെ ഏതാണ്ട് 10 മണിയോടുകൂടി അസമിലുണ്ടായത്. അസമിലെ ജോർഘാട്ട് വിമാനത്താവളത്തിലെ റോറ എയർഫോഴ്സ് സ്റ്റേഷനിലാണ് ഇങ്ങനെ ഒരു അപകടമുണ്ടായത്. ഈ അപകടം ഇന്ത്യൻ വ്യോമസേനയുടെ AN-32 ട്രാൻസ്പോർട്ട് വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. അരുണാചൽ പ്രദേശിൽ നിന്നും പറന്നുയർന്ന വിമാനം അസമിലെ ജോർഘാട്ടിൽ വന്ന് ലാൻഡ് ചെയ്യേണ്ടതായിരുന്നു. ലാൻഡിങ്ങിന് തൊട്ട് മുമ്പാണ് അപകടം സംഭവിച്ചത്. എയർ സ്ട്രിപ്പിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അതിന് തൊട്ട് മുമ്പ് വിമാനം തകർന്നു വീഴുകയായിരുന്നു. എയർപോർട്ട് കോമ്പൗണ്ടിൽ തന്നെയാണ് തകർന്നു വീണത്. ഈ അഗ്നിരക്ഷാ സംവിധാനങ്ങളടക്കം എത്തുന്നതിന് മുമ്പ് തന്നെ വിമാനം പൂർണ്ണമായും കത്തി നശിച്ചു. വിമാനത്തിലുണ്ടായിരുന്നത് 6 പേരായിരുന്നു. ഇതിൽ കോ പൈലറ്റ് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പരിക്കുകളോടെ അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സയിലാണ്. മറ്റ് 5 പേരും കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ഇന്ന് രാജ്യം കേട്ട ഒരു ദുരന്ത വാർത്ത. സത്യത്തിൽ ഈ 5 പേർ വ്യോമസേനാംഗങ്ങൾ തന്നെയാണ്. സ്ക്വാഡ്രൺ ലീഡർ പ്രശാന്ത് സിംഗ്, അതുപോലെ തന്നെ ഫ്ലൈറ്റ് TL ശുഭം കുമാർ, ജിജേന്ദ്ര ശർമ്മ, അഗ്നിവീർ വായു ഖീമരം കുമാവത്ത്, അഗ്നിവീർ വായു ഡാനിഷ് ആലം എന്നീ 5 പേരാണ് ഈ വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടത്. ഇത് ഇന്ത്യൻ വ്യോമസേനയുടെ ഏറ്റവും വിശ്വസ്തമായ ട്രാൻസ്പോർട്ട് വിമാനങ്ങളിലൊന്നാണ്. ഇന്ത്യൻ വ്യോമസേനയുടെ ട്രാൻസ്പോർട്ട് ഫ്ലീറ്റുകളുടെ ഒരു നട്ടെല്ല് തന്നെയാണ് ഈ AN-32 ട്രാൻസ്പോർട്ട് വിമാനങ്ങൾ. പഴക്കം ചെന്ന വിമാനങ്ങളാണ്. ഏതാണ്ട് 40 വർഷത്തോളം പഴക്കം ഈ വിമാനങ്ങൾക്കുണ്ട്. 1980 മുതൽ തന്നെ ഇന്ത്യൻ വ്യോമസേനയുടെ ട്രാൻസ്പോർട്ട് ഫ്ലീറ്റിൻ്റെ ഭാഗമായി ഈ വിമാനങ്ങളുണ്ട്. ഈ വിമാനങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ ടഫ് ടെറൈനിലൂടെയോ എല്ലാം യാത്ര ചെയ്യാനുള്ള അല്ലെങ്കിൽ ലാൻഡ് ചെയ്യാനുള്ള ഒരു കഴിവ് ഈ വിമാനത്തിനുണ്ട്. വടക്ക് കിഴക്കൻ മേഖലകൾ വളരെ തന്ത്രപ്രധാനമായ അതിർത്തിയാണ് എന്ന് നമുക്കറിയാം. വടക്ക് കിഴക്കൻ മേഖലകൾക്ക് സമീപം ചൈനീസ് അതിർത്തിയാണ് പ്രധാനമായിട്ടുമുള്ളത്. ഈ അതിർത്തികളുടെ പ്രത്യേകത നമുക്കറിയാം. അത്രമാത്രം ദുർഘടമായ പാതയാണ്, അത്രമാത്രം ദുർഘടമായ പരിസ്ഥിതിയാണ് ആ പ്രദേശങ്ങളിലുള്ളത്. അവിടങ്ങളിലേക്ക് സൈന്യത്തിൻ്റെ ഉപകരണങ്ങളും ആളുകളെയും മറ്റും എത്തിക്കുക എന്ന ദൗത്യമാണ് ഇത്തരം വിമാനങ്ങൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ പരിമിതമായ സാഹചര്യങ്ങളിൽ ഇത്തരം വിമാനങ്ങൾക്ക് ലാൻഡ് ചെയ്യേണ്ടി വരുന്നു. ഇത്തരം വിമാനങ്ങൾക്ക് പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്യേണ്ടി വരുന്നു. അത്തരം ടേക്ക് ഓഫിനും ലാൻഡിങ്ങിനുമൊക്കെ പറ്റിയ പ്രത്യേകതകളുള്ള വിമാനം കൂടിയാണ് ഈ AN-32 വിമാനങ്ങൾ, ട്രാൻസ്പോർട്ട് വിമാനങ്ങൾ. അത്തരത്തിലുള്ള വിമാനങ്ങളാണ് ഈ വടക്ക് കിഴക്കൻ മേഖലയിലടക്കം ജമ്മു കാശ്മീരിലും വടക്ക് കിഴക്കൻ മേഖലയിലും തന്ത്രപ്രധാനമായ പ്രദേശങ്ങളിലുമെല്ലാം ഇന്ത്യൻ വ്യോമസേന ഉപയോഗിക്കുന്നത്. റഷ്യൻ നിർമ്മിതമാണ് ഈ വിമാനം. പഴക്കമേറിയതാണ് എങ്കിലും കൃത്യമായി തന്നെ ഈ റഷ്യൻ ടീം അംഗങ്ങളും അതുപോലെ തന്നെ ഇന്ത്യയുടെ സാങ്കേതിക വിദഗ്ധരുമെല്ലാം അപ്ഗ്രേഡ് ചെയ്ത് സൂക്ഷിക്കുന്ന ഒരു വിമാനം കൂടിയാണ് ഈ വിമാനം. അത്തരത്തിലുള്ള ഒരു വിമാനമാണ് ഇന്ന് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഈ വിമാനത്തിൻ്റെ വാർത്തയെക്കുറിച്ച് ആദ്യം പുറത്തു വന്നപ്പോൾ ഇത് അസമിൽ നിന്നും ടേക്ക് ഓഫ് ചെയ്തതാണെന്നും പെട്ടെന്ന് എന്തോ കാരണങ്ങളാൽ അസമിലെ ഈ ജോർഘാട്ട് വിമാനത്താവളത്തിലേക്ക് തന്നെ വിമാനം തിരിച്ചു പറന്നതായും അവിടെ തിരിച്ചു ലാൻഡ് ചെയ്യുന്നതിനിടയിലാണ് അപകടം നടന്നത് എന്നുമൊക്കെയുള്ള വാർത്തകൾ ആദ്യഘട്ടത്തിൽ വന്നിരുന്നു. എന്നാൽ അത്തരത്തിലുള്ള ഒരു തിരിച്ചു പറക്കൽ ഉണ്ടായിട്ടില്ല എന്നും വിമാനം പൂർണ്ണമായും അത് അരുണാചൽ പ്രദേശിൽ നിന്നും ടേക്ക് ഓഫ് ചെയ്ത് അസമിലെ ജോർഘാട്ടിൽ ലാൻഡ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നതാണെന്നും അങ്ങനെ ഒരു ലാൻഡിങ്ങിന് ഏതാനും സെക്കൻഡുകൾക്ക് മുമ്പാണ് അപകടം സംഭവിച്ചത് എന്നുമാണ് ഇപ്പോൾ പുറത്തു വരുന്ന സ്ഥിരീകരിക്കപ്പെട്ട വിവരം. അതുകൊണ്ട് തന്നെ വിമാനം തിരിച്ചു പറന്നത് എന്തിന് എന്ന ചോദ്യം ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നെങ്കിലും ആ വിമാനം അത്തരത്തിലൊരു തിരിച്ചു പറക്കൽ നടത്തിയിട്ടില്ല. സാങ്കേതിക തകരാർ കാരണമായിരിക്കാം, അല്ലെങ്കിൽ കാലാവസ്ഥയിലെ പ്രശ്നങ്ങളാകാനും സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. കാരണം റൺവേക്ക് ഏതാനും മീറ്ററുകൾക്കപ്പുറത്താണ് ഈ വിമാനം തകർന്നു വീണിരിക്കുന്നത്. അത് പൂർണ്ണമായും വിമാനം കത്തി നശിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വിമാനത്തിന് സാങ്കേതിക തകരാർ ഉണ്ടായിരിക്കാനുള്ള സാധ്യത വളരെയേറെയാണ്. പൈലറ്റിന് ലാൻഡ് ചെയ്യാനുള്ള ഒരു വിഷൻ അല്ലെങ്കിൽ കാഴ്ച അത് ഉണ്ടായിരുന്നോ എന്ന കാര്യവും വിമാനത്താവളത്തിൽ ഉണ്ടായിരുന്നോ എന്ന കാര്യവും പരിശോധിക്കപ്പെടുന്നുണ്ട്. എന്തായാലും വ്യോമസേനയുടെ വിശ്വസ്തമായ ഒരു വിമാനമാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ അപകട കാരണങ്ങളെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാൻ വ്യോമസേന അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിദഗ്ധ സംഘം ഇക്കാര്യം അന്വേഷിക്കും. എന്തുകൊണ്ടാണ് ഈ അപകടം ഉണ്ടായത് എന്നുള്ളതിനെക്കുറിച്ചുള്ള അന്വേഷണമായിരിക്കും ഇനി നടക്കാൻ പോവുക. ഏതാണ്ട് 40 വർഷക്കാലമായി വ്യോമസേന ഫ്ലീറ്റിലുള്ള വിമാനങ്ങളിലൊന്നാണ് തകർന്നു വീണിരിക്കുന്നത് എന്ന
എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതും തന്ത്രപ്രധാനമായ ഒരു മേഖല അതിർത്തി പ്രദേശത്താണ് എന്നുള്ളതാണ്. അസമിലെ ജോർഘാട്ട് തന്ത്രപ്രധാനമായ ഒരു വിമാനത്താവളമാണ്. അപ്പുറത്ത് ചൈനയാണ്, പാകിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങൾ അടുത്തുണ്ട്. ഈ മേഖലയിലാണ് ഇത്തരത്തിലുള്ള ഒരു അപകടം നടന്നിരിക്കുന്നത്. നേരത്തെ ഇങ്ങനെ അതിർത്തി പ്രദേശങ്ങളിലെ വിമാനങ്ങൾ ലാൻഡ് ചെയ്യുന്ന സമയത്ത് വിമാനങ്ങളുടെ സോഫ്റ്റ്വെയർ തകരാറുകൾ അല്ലെങ്കിൽ വിമാനങ്ങളെ സ്വയം ലാൻഡിങ്ങിലേക്ക് നയിക്കുന്ന തരത്തിലുള്ള ചില വിവരങ്ങൾ, ആ വിവരങ്ങൾ തെറ്റായി നൽകുന്ന ചില സാങ്കേതിക തകരാറുകൾ നേരത്തെ തന്നെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അത് രാജസ്ഥാനിലെയും അതുപോലെ തന്നെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെയും വിമാനത്താവളങ്ങളിൽ ലാൻഡ് ചെയ്യുന്ന വിമാനങ്ങൾക്ക് അത്തരമൊരു സാങ്കേതിക പ്രശ്നം നേരിട്ടിരുന്നതാണ്. പിന്നീട് മാനുവലായിട്ടായിരിക്കും ഈ പൈലറ്റുമാർ ഈ വിമാനങ്ങൾ ലാൻഡ് ചെയ്യുക. അത് വിമാനങ്ങൾ ലാൻഡ് ചെയ്യാനുള്ള ഓട്ടോ സംവിധാനങ്ങൾ പ്രവർത്തിക്കാതെ വരികയോ ആ സംവിധാനങ്ങൾ തെറ്റായ വിവരം നൽകുകയോ ചെയ്യുന്ന ഒരു സാങ്കേതികമായ വിഷയം അല്ലെങ്കിൽ അതിനകത്തുള്ള ശത്രു രാജ്യങ്ങളുടെ ഇടപെടൽ ഒക്കെ നേരത്തെ തന്നെ ഇത്തരം അതിർത്തിയിൽ ലാൻഡ് ചെയ്യുന്ന വിമാനങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ അതൊന്നും അപകടത്തിലേക്ക് പോയിട്ടില്ല. ഈ അടുത്ത കാലത്ത് ദില്ലി വിമാനത്താവളത്തിൽ വന്നിറങ്ങുന്ന വിമാനങ്ങൾക്കും ഇത്തരത്തിലുള്ള ചില സാങ്കേതിക തകരാറുകൾ നേരിട്ടു. അത്തരത്തിൽ മണിക്കൂറുകളോളം ദില്ലി വിമാനത്താവളത്തിൻ്റെ പ്രവർത്തനം തന്നെ തടസ്സപ്പെട്ടു പോകുന്ന സാഹചര്യമുണ്ടായി. അതെല്ലാം ആ വിമാനത്താവളം കേന്ദ്രീകരിച്ച് ചില ശത്രു രാജ്യങ്ങളുടെ ഓപ്പറേഷനുകളായിരുന്നു എന്ന് പിന്നീട് കണ്ടെത്തിയിരുന്നു. എന്നാൽ ആ സാങ്കേതിക തകരാറൊക്കെ പിന്നീട് പരിഹരിക്കപ്പെട്ട് അത്തരത്തിലുള്ള സാങ്കേതിക പ്രശ്നങ്ങളൊന്നുമില്ലാതെ വിമാനം ലാൻഡ് ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ വിമാനം ലാൻഡ് ചെയ്യുന്നതിനിടയിൽ ഉണ്ടായ അപകടം അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഏതെങ്കിലും അപകടം ഉണ്ടായിട്ടുണ്ടോ, ഏതെങ്കിലും തരത്തിലുള്ള സോഫ്റ്റ്വെയർ ഹാക്കിംഗ് ഈ ഒരു മേഖലയിൽ നടന്നിട്ടുണ്ടോ എന്നതൊക്കെ കൃത്യമായി വ്യോമസേന അന്വേഷണം നടത്തുമായിരിക്കും. അത്തരത്തിലുള്ള സാങ്കേതിക അന്വേഷണങ്ങൾക്കടക്കം പ്രഖ്യാപനം ഇതിനോടകം തന്നെ വ്യോമസേന നടത്തിയിട്ടുണ്ട്. എന്തായാലും 5 സൈനികർക്ക് വീരമൃത്യു സംഭവിച്ചിരിക്കുന്നു, 5 വിലപ്പെട്ട ജീവനുകൾ പൊലിഞ്ഞിരിക്കുന്നു എന്നതിന് വരെ രാജ്യത്തെ ഏറെ ദുഃഖിപ്പിച്ച അല്ലെങ്കിൽ രാജ്യത്തെ ഞെട്ടിച്ച ഒരു അപകടമാണ് ഇന്ന് അസമിൽ ഉണ്ടായത്.